പ്രധാനമായും രണ്ടാണ് സാർ. ഒന്ന്, രാജ്യത്ത് നിലനിൽക്കുന്ന ഫെഡറൽ സംവിധാനത്തെ തകർത്തെറിയുന്ന, അതുവഴി അധികാരം കേന്ദ്രീകരിക്കുന്ന നയം. രണ്ട്, ആഗോളവൽക്കരണ കാലത്ത് അവകാശ വികസന നയങ്ങളെ പരാജയപ്പെടുത്തി നാടിനെ സാമ്പത്തികമായി തകർക്കുന്ന നിലപാടിനെ നേരിടുന്ന ഇടതുപക്ഷ നയങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഇടപെടലുകൾ. ഈ രണ്ടിനും എതിരായിട്ടാണ് കേരളത്തിലെ പിണറായി സർക്കാർ കഴിഞ്ഞ 9 വർഷമായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങളുടെ ജീവിത അഭിലാഷങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ എണ്ണമറ്റ പ്രവർത്തനങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. വികസനം, അവകാശം, വികസനം, സാമൂഹ്യ സുരക്ഷിതത്വം, സാമൂഹ്യ സുരക്ഷ, മറ്റ് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ നടത്തുന്ന പ്രവർത്തനം വെറുതെ പ്രസംഗത്തിലൂടെയോ വർത്തമാനത്തിലൂടെയോ പറയേണ്ടതല്ല, നേർസാക്ഷ്യമാകും. കേരളത്തിൽ സാക്ഷ്യമല്ലാത്ത എന്തു വികസനമാണ് സാർ നടന്നത്? ഓരോ മേഖല തിരിച്ച് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 57-ൽ പ്രഥമ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നത് മുതൽ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുക്കിയ വികസന പരിപ്രേക്ഷ്യം നാടിൻ്റെ എല്ലാ മേഖലകളിലും അന്നത്തെ ഗവൺമെൻറ് കൊണ്ടെത്തിക്കാൻ പരിശ്രമിച്ചിരുന്നു. ഒരു ഗവൺമെൻറ് മാത്രമല്ല, കേരളത്തിൽ വളർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയും നിർദ്ദേശങ്ങളും അവരുടെയും സംഭാവന കൂടെ ചേർത്തുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ എന്തെന്നില്ലാത്ത മാറ്റം കേരളത്തിലുണ്ടായത്. കാർഷിക ബന്ധ ബില്ല് വഴി കാർഷിക മേഖലയിൽ മാത്രമല്ല, ഈ സംസ്ഥാനത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഉപകരിച്ചു എന്നതാണ് നമുക്കറിയാം. കൂലി വ്യവസ്ഥ തന്നെ കേരളത്തിൽ അന്നേ വരെ നിലനിന്നിരുന്ന വ്യവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തി. അധ്വാനിച്ചാൽ കൂലി ലഭിക്കണം എന്ന് ഉറപ്പുവരുത്തുന്ന നിയമങ്ങൾ കൊണ്ടുവന്നതും 57-ലെ ഗവൺമെൻറ്റാണ്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലും സ്വാധീനവും ഇല്ല എന്ന് പറയുന്നില്ല. അതുവഴിയാണ് കേരളത്തിനൊരു പുതിയ തുടക്കം, വികസനത്തിനൊരു പുതിയ ചരിത്രം രേഖപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞത്. ഇപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞു, നിങ്ങൾ എത്ര വർഷമായി പ്രതിപക്ഷ നേതാവാണെന്ന് തോന്നുന്നു, എത്ര വർഷമാണ് സംസ്ഥാനം ഭരിച്ചത്? അതിനു മുമ്പ് 80-ന് ശേഷമാണ് കേരള മോഡൽ വികസനം വരുന്നതെന്നാണ്. സാർ, 57-ന് മുമ്പ് തന്നെ ഇടതുപക്ഷ പാർട്ടികൾ അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ വികസനത്തെക്കുറിച്ചുള്ള നിരവധി ഡോക്യുമെൻറ്റുകളാണ് സാർ സമ്മേളനങ്ങളിൽ അവതരിപ്പിച്ചതും അംഗീകരിച്ചതും. ആ കാര്യത്തിലൊരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 5 വർഷമോ 6 വർഷമോ ഭരിച്ചു എന്നുള്ളതല്ല, എത്ര വർഷം ഭരിക്കുന്നു എന്നുള്ളതല്ല. നീണ്ട എത്രയോ വർഷക്കാലം, പതിറ്റാണ്ടുകൾ നമ്മുടെ രാജ്യം ഭരിച്ച പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. ഇന്ത്യയിൽ അടിസ്ഥാനപരമായി കേരളത്തിൽ ആവിഷ്കരിച്ചതുപോലൊരു കാർഷിക പരിഷ്കരണ നടപടിയോ കാർഷിക ബന്ധ ബില്ലോ ദേശീയ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞോ? വർഷങ്ങൾ ഭരിച്ചതുകൊണ്ട് കാര്യമില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് എന്തു ചെയ്തു എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള വിഷയം. അതുവഴി നമ്മുടെ സംസ്ഥാനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, 2 പ്രധാനപ്പെട്ട വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ ഗവൺമെൻറ് ഭരണം നടത്തിയതും സാധാരണ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചതും. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്തിയില്ലേ സാർ? ആരോഗ്യരംഗത്ത് മാറ്റം വരുത്തിയില്ലേ സാർ? ആർക്കാണ് ഇല്ലെന്ന് പറയാൻ കഴിയുക? ഞാൻ ഒരു ആദിവാസി മേഖലയുണ്ട് സാർ, ഞാനത് പ്രതിപക്ഷ നേതാവിനെ കൂടെ വിളിക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നൽകിയ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പാലമുണ്ട് സാർ. സാധാരണ ജനങ്ങളുടെയും ആദിവാസി മേഖലയിൽ ജീവിക്കുന്നവരുടെയും മനസ്സുകളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചൊരു പാലം വന്നു കാണണം സാർ.